ഹായ് ഓൾ, വെൽക്കം ടു ടെക്ഗുരു FT യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹരിപ്രസാദ്, ഞാനാണ് നിങ്ങളുടെ ഓൺലൈൻ ട്യൂട്ടർ. ഇവിടെ നമ്മൾ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, സെർവർ ബേസ്ഡ് സർവീസസ്, അഷൂർ, AWS, M365 തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ടോപ്പിക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ ആക്റ്റീവ് ഡൊമൈൻ ബേസ്ഡ് സർവീസസിൻ്റെ കാര്യത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ മുന്നേ ഫസ്റ്റ് ഈ ഡൊമൈൻ ബേസ്ഡ് സർവീസസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസാണ് നമുക്ക് ആ ഡൊമൈൻ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസാണെന്ന് നമ്മൾ മുന്നേ സംസാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം തന്നെ ഇത് അത്രയും വലിയ സർവീസാണ്. അത്രയും വലിയ സർവീസാണെന്ന് മാത്രമല്ല, ഒരുപാട് സർവീസസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫുൾ ഫംഗ്ഷൻ നടക്കുന്നത്. മാത്രമല്ല, ഇത് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു നെറ്റ്വർക്ക് ലെവലിൽ പറയുകയാണെങ്കിൽ അത്രയും വലിയൊരു സർവീസാണ്. മാത്രമല്ല, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള സർവീസും കൂടിയാണ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ DNS എന്താണ്, ഡൊമൈൻ എന്താണ്, ഡൊമൈൻ നെയിം എന്താണ്, DNS സർവീസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ DNS സർവീസുമായി കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറച്ചൊരു വലിയ സർവീസാണ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ്. നമ്മളിതിനെ ADDS എന്ന് ഷോർട്ടായിട്ട് പറയും. ഓക്കെ, സോ എന്താണ് ആക്റ്റീവ് ഡയറക്ടറി? ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളക്ഷൻ ഓഫ് സർവീസസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഒരു നെറ്റ്വർക്ക് നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാൻ. ആ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രലൈസ്ഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്ന സർവീസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത് നമുക്ക് ഒരുപാട് സിസ്റ്റംസ് ഉണ്ടാവാം, ഒരുപാട് സർവീസസ് ഉണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സെൻട്രലൈസ്ഡ് അപ്രോച്ച് ആയിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം യൂസേഴ്സ്, സിസ്റ്റംസ്, മറ്റ് സർവീസസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓരോ സർവീസിനും ഓരോ സിസ്റ്റത്തിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ യൂസറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഇപ്പം നമ്മൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന നമ്മളുടെ ഓരോ മെഷീനകത്തും നമുക്ക് എന്തുണ്ട്? ഓരോരോ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ യൂസേഴ്സൊക്കെ നമ്മൾ സൈൻ ഇൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ മെഷീനിലേക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു യൂസർ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മെഷീനിലുള്ള ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ലാപ്ടോപ്പിലുള്ള യൂസറെ വെച്ചിട്ട് മറ്റൊരു യൂസറിന് ലോഗിൻ ചെയ്യുന്നതോ ഈ സർവീസോ എൻ്റെ സിസ്റ്റത്തിനകത്തുള്ള മറ്റ് പ്രൊഡക്റ്റുകളൊന്നും എടുക്കാനോ കാണാനോ പറ്റില്ല. കാരണം അതെന്താണ്? ഓരോ മെഷീനിലും അത് മെഷീൻ സ്പെസിഫിക് ആണ്. ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ ഒഴിവാക്കാം. അപ്പം ഞാൻ എൻ്റെ മെഷീനിൽ തന്നെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ എക്സ്പ്ലോറർ ആണെന്ന് പറഞ്ഞു. ജസ്റ്റ് ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ ഒരു സെറ്റിങ്സ് വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. ഇവിടെ എൻ്റെ സിസ്റ്റത്തിൻ്റെ സ്പെക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ സിസ്റ്റം വർക്ക് ഗ്രൂപ്പിലാണ് ഇരിക്കുന്നത്. ഡൊമൈൻ ഓർ വർക്ക് ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ വിൻഡോ തുറന്നു വരും. ഇവിടെ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ മെഷീൻ ഇപ്പോൾ വർക്ക് ഗ്രൂപ്പിലാണ്. തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ഡൊമൈൻ എന്ന ഓപ്ഷനും കാണാം. വർക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് ഓരോ മെഷീനും ഒറ്റയ്ക്കായിരിക്കും. എന്ത് യൂസർ ആണെങ്കിലും സർവീസസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഈ സിസ്റ്റത്തിനകത്ത് ചെയ്യുന്നതെല്ലാം ഈ സിസ്റ്റത്തിനകത്ത് മാത്രമായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. നമുക്കൊരു എൻ്റയർ നെറ്റ്വർക്കിനകത്ത് മുഴുവൻ കാര്യങ്ങളും അഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡൊമൈൻ കോൺഫിഗർ ചെയ്താൽ മതി. ഈ ഡൊമൈൻ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവീസിൻ്റെ പേരാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്യാം, അതിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ LDAP എന്ന് പറയുന്ന ഒരു LDAP ഡയറക്ടറി സർവീസ് ആണ് എന്ത്? ആക്റ്റീവ് ഡയറക്ടറി സർവീസ്. LDAP എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ആണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ഈ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർവീസ് ആണെന്ത്? ഒരു പ്രോട്ടോകോൾ ആണെന്ത്? LDAP എന്ന് പറയുന്നത്. സോ അപ്പോൾ LDAP എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് വെയ്റ്റ് ഡയറക്ടറി ആക്സസ് പ്രോട്ടോകോൾ എന്നാണ് LDAPൻ്റെ ഫുൾ ഫോം. ലൈറ്റ് വെയ്റ്റ് ഡയറക്ടറി ആക്സസ് പ്രോട്ടോകോൾ. അപ്പോൾ ഡയറക്ടറി മൊത്തമായിട്ട് ആക്സസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന് വർക്ക് ചെയ്യാൻ DNSൻ്റെ ആവശ്യമുണ്ട്. DNSുമായി ടൈറ്റ്ലി കണക്റ്റഡ് ആയിട്ടാണ്
ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് വർക്ക് ചെയ്യുന്നത്. സെൻട്രലി മാനേജ്ഡ് ആണ്, എക്സ്റ്റെൻസിബിൾ ആണ്. അതായത് നമുക്ക് ഇതിപ്പോൾ നമ്മളൊരു തവണ ആക്റ്റീവ് ഡയറക്ടറി കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതേ സെറ്റിംഗ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ പിന്നെ വൺസ് നമ്മൾ അതിനെ ഒരു ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിന്നെ അത് കോൺഫിഗർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ മാറ്റം ചെയ്തെടുക്കാൻ പറ്റും. ഇൻട്രോപ്പറബിൾ ആണ് മീൻസ് നമുക്കത് മറ്റ് സർവീസസുമായിട്ട് കണക്ട് ചെയ്തിട്ട് മറ്റ് സർവീസസും മറ്റ് നെറ്റ്വർക്കുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും സർവീസസ് ആക്റ്റീവ് ഡയറക്ടറിക്കകത്ത് കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് ആണ് ഇപ്പം നമ്മൾ സംസാരിച്ചത്. അതേപോലെ തന്നെ എന്തുണ്ട്, ഫെഡറേഷൻ സർവീസസ് ഉണ്ട്, റൈറ്റ് മാനേജ്മെന്റ് സർവീസസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് സർവീസസ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ഡയറക്ടറി സർവീസസ് ഉണ്ട്. ഇങ്ങനെ ഇത്രയും 5 സർവീസസ് കണക്റ്റഡ് ആയിട്ടാണ് ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇത് വർക്ക് ചെയ്യുന്നത്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഓരോന്നും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യും. എന്തൊക്കെയാണ് ആക്റ്റീവ് ഡയറക്ടറിക്കകത്ത് നടക്കുന്നത്, അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, മറ്റ് സർവീസസ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ആക്റ്റീവ് ഡയറക്ടറിക്കകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സർവീസസ് നമുക്ക് ആ ഡൊമൈനിന്റെ അണ്ടറിലുള്ള ഏത് മെഷീനിലും ഏത് സർവീസസിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് ഒരു യൂസർ ഉണ്ടെങ്കിൽ ആ ഡൊമൈനിന്റെ അണ്ടറിൽ കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ സിസ്റ്റത്തിനകത്തും എല്ലാ സർവീസസിനകത്തും നമുക്കത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ യൂസേഴ്സ്, മെഷീൻസ്, പിന്നെ അതിനകത്ത് വരുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ട്രീ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, അത് തന്നെ ട്രാൻസിറ്റീവ്, നോൺ ട്രാൻസിറ്റീവ്, ക്രോസ് ലിങ്ക്. ഇത് ഓരോന്നും നമ്മൾ ഓരോ സർവീസ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ എന്താണ് ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മളൊരു ഡൊമൈൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു സർവീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യുക. ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് എന്ന് പറയുന്ന ഒരു സർവീസ് നമ്മൾ സെർവറിനകത്ത്, ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഒരു ഡൊമൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മളൊരു നെറ്റ്വർക്ക് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡൊമൈൻ വർക്ക് ചെയ്യുന്ന അതിൻ്റെ മാക്സിമം ബൗണ്ടറിനെയാണ് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബൗണ്ടറിക്കകത്ത് അതിൻ്റെ യൂസേഴ്സ് ഉണ്ടാവാം, അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മിഷൻസ് ഉണ്ടാവാം, സർവീസസ് ഉണ്ടാവാം, അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഫോറസ്റ്റിനകത്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ ABC എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ആണെങ്കിൽ ആ ABC എന്ന് പറയുന്ന ഡൊമൈനിന് ABC എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഉണ്ടാവും. ആ ABC ഫോറസ്റ്റിനകത്ത് ABC ഡൊമൈനിന്റെ മുഴുവൻ കമ്പോണൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും. ആ ABC എന്ന് പറയുന്ന ഡൊമൈനിന്റെ മാക്സിമം വർക്ക് ചെയ്യുന്ന പരിധി എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ആയിരിക്കും. ഈ ഫോറസ്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിക്കൊണ്ടേ അതിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും ഒരുപാട് ട്രീസ് ഉണ്ടാവാം, ഡൊമൈൻസ് ഉണ്ടാവാം, മറ്റു പല സർവീസസും ഇതിന് ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ ഡൊമൈൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫോറസ്റ്റിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സിംഗിൾ ഫോറസ്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഡൊമൈൻസിനും ഒരു കോമൺ സ്കീമയായിരിക്കും, ഒരു കോമൺ ഗ്ലോബൽ കാറ്റലോഗ് ആയിരിക്കും, ഒരു കോമൺ കോൺഫിഗറേഷൻ പാർട്ടീഷൻ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഒരു ഫോറസ്റ്റിനകത്ത് ഇതെല്ലാം ഒന്ന് മാത്രമേ കാണുള്ളൂ. സ്കീമയാണെങ്കിലും ഗ്ലോബൽ കാറ്റലോഗ് ആണെങ്കിലും കോൺഫിഗറേഷൻ പാർട്ടീഷൻ ആണെങ്കിലും ഒരെണ്ണം മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഒരു ഫോറസ്റ്റിനകത്ത്. പിന്നെ എന്താണ് ട്രീ എന്ന് പറയുന്നത്? ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹയറാർക്കിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രീ എന്ന് പറയുക. അപ്പോൾ ഓരോ ഡൊമൈനിനും അതിൻ്റെതായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാവും അതിൻ്റെ നെയിം സ്പേസിൻ്റെ അണ്ടറിൽ. അപ്പോൾ ആ നെയിം സ്പേസിൻ്റെ അണ്ടറിൽ, നെയിം സ്പേസ് എന്ന് പറയുന്ന ഒന്നുമില്ല, നമ്മുടെ ഡൊമൈൻ നെയിം എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും something.com എന്നായിരിക്കും ആ ഡൊമൈൻ നെയിം ഉണ്ടാവുക. അപ്പോൾ ആ നെയിം സ്പേസിൻ്റെ അണ്ടറിൽ അതിൻ്റെ കമ്പോണൻസ് സ്ട്രക്ചർഡ് ആയിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡൊമൈൻ്റെ അണ്ടറിലുള്ള ഒരു ഫോറസ്റ്റിനകത്തുള്ള ഒരു ട്രീയിൽ ഉള്ള മുഴുവൻ ഡൊമൈൻസും ഓൾറെഡി അത് തമ്മിൽ ട്രസ്റ്റഡ് ആയിരിക്കും. അതായത് അവിടെയുള്ള എല്ലാ യൂസേഴ്സിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബാക്കി എല്ലാ പ്രോസസ്സിനും നടക്കും. പിന്നെ ഇതിൽ ആദ്യം നമ്മൾ ഒരു ഫോറസ്റ്റിനകത്ത് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഡൊമൈനിനെ റൂട്ട് ഡൊമൈൻ എന്നാണ് പറയുക. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതിന് നമുക്കൊരു കൃത്യമായ ക്രോണോളജിക്കൽ ഓർഡർ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഡൊമൈൻ്റെ കേസ് പറയുന്ന സമയത്ത് പ്രത്യേകിച്ചും
കാരണം ഇതിൽ ഒരുപാട് കമ്പോണൻസും ഒരുപാട് സർവീസസും കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കമ്പോണന്റിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴും അതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഫൈനൽ ലാസ്റ്റ് നമ്മൾ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് എത്തുമ്പോഴേക്കും എല്ലാ കാര്യത്തിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങളൊന്ന് മൈൻഡിൽ റൺ ചെയ്ത് നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ആ വീഡിയോ എടുത്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് മൺഡേ നമ്മൾ ഇതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും. കാരണം സമയം എടുക്കുന്നത് ഇതിന്റെ എഡിറ്റിംഗ് പരിപാടിക്കൊക്കെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. സോ അതിനും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. സോ എനിവേ നമ്മൾ അടുത്ത ക്ലാസ്സിന്റെ സമയത്ത് തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, തലേദിവസ ക്ലാസ്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊന്ന് നിങ്ങൾ എടുത്തിട്ട് ചെക്ക് ചെയ്യുക. കാരണം ഇത് കുറച്ച് വലിയ ടോപ്പിക്കാണ്, കുറച്ച് ബൾക്കി ടോപ്പിക്കാണ്, ഒരുപാട് സർവീസസ് വരുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ മിക്കവാറും നമുക്കിന്ന് തിയറി തന്നെയായിരിക്കും കവർ ചെയ്യേണ്ടി വരിക. ഈ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിയറി നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. എന്നിട്ട് അത്രയും സർവീസസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സമയത്ത് നമുക്ക് ബാക്കി ക്ലാസ്സിന്റെ സമയത്ത് ചിലപ്പം ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു ട്രീ എന്ന് പറയുന്നത് ഏതാണ്ട് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു മുഴുവൻ ഡൊമൈൻസും വരുന്ന ഇത് മൊത്തത്തിൽ ഒരു ഫോറസ്റ്റ് ആണ്. കാരണം എല്ലാ ഡൊമൈൻസും ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ഒരു ഫോറസ്റ്റ്. ഇപ്പം ഇതിനകത്ത് ഒരു ഡൊമൈൻ ഉണ്ട്, അതിന്റെ താഴെ വേറൊരു സബ് ഡൊമൈൻ ഉണ്ട്, ഈ വലിയ ഡൊമൈൻ്റെ അണ്ടറിൽ തന്നെ വേറൊരു സബ് ഡൊമൈൻ ഉണ്ട്, അതിന് താഴെ അഗെയിൻ വീണ്ടും മൾട്ടിപ്പിൾ ഡൊമൈൻസ് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഹയറാർക്കിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ട്രീ എന്ന് പറയുന്നത്, ഒരു ഫോറസ്റ്റിന് അണ്ടറിലുള്ള. പിന്നെ ഇത് തന്നെ റൂട്ട് ഡൊമൈൻ, ട്രീ ഡൊമൈൻ, ചൈൽഡ് ഡൊമൈൻ എന്നിട്ട് നമുക്ക് വേറെ കുറേ ടേംസ് നമുക്ക് കാണാൻ പറ്റും. റൂട്ട് ഡൊമൈൻ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചു, ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ADDS നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡൊമൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂട്ട് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് ഡൊമൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പരിധിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡൊമൈനാണ് റൂട്ട് ഡൊമൈൻ. എൻ്റയർ നമ്മളെ ഫോറസ്റ്റ് ഈ ഒരു ഡൊമൈൻ സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷൻ ആണ് എന്ത്, ഒരു റൂട്ട് ഡൊമൈൻ. അപ്പം അതിനകത്ത് ആ റൂട്ട് ഡൊമൈനകത്തായിരിക്കും ഈ ഡൊമൈനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസസ്, റോൾസ്, യൂസേഴ്സ് എല്ലാം ഇരിക്കുന്നത് ആ റൂട്ട് ഡൊമൈനകത്തായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളതിൽ ഓരോ പേരും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ എഴുതിയതായിട്ട് കാണാം, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ആകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ട്രീ ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ ആദ്യത്തെ ഡൊമൈൻ എപ്പോഴും റൂട്ട് ഡൊമൈൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് വേണം എന്ത് ചെയ്യാം, corp.com എന്ന് പറയുന്നത് നമ്മളൊരു റൂട്ട് ഡൊമൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ട്രീ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഒരു റൂട്ട് ഡൊമൈനിന്റെ അണ്ടറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഡൊമൈനെയും നമ്മൾ ട്രീ ഡൊമൈൻ എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ abc.corp.com എന്ന് പറയുന്നത് ഒരു ട്രീ ഡൊമൈൻ ആണ്. അപ്പം അത് ഒരു സെപ്പറേറ്റ് ഫോറസ്റ്റ് ക്രിയേറ്റ് ആവുന്നതല്ല നമ്മൾ ട്രീ ഡൊമൈൻ എന്ന് പറയുന്നത്. റൂട്ട് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഫോറസ്റ്റ് ബിൽഡ് ആവുക. ആ ഫോറസ്റ്റിന് അണ്ടറിൽ എക്സിസ്റ്റിംഗ് റൂട്ട് ഡൊമൈനിന്റെ താഴെയായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു സബ് ഡൊമൈൻ ആണ് ട്രീ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിപ്പോൾ പറയാണ് corp.com ആണ് നമ്മളെ വലിയ കമ്പനി. ആ മെയിൻ കമ്പനിയുടെ അണ്ടറിൽ ഇപ്പോൾ പറയാണ് എന്താ, ഇപ്പം ആമസോൺ നമുക്കൊരു ഇതിലെടുക്കാം, എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ amazon.com എന്ന് പറയുന്ന മെയിൻ സൈറ്റ്, അതിന് താഴെ എന്തുണ്ട്, അവർക്ക് റീറ്റെയിൽ സാധനങ്ങൾ സെല് ചെയ്യുന്ന റീറ്റെയിൽ ഓപ്ഷൻ ഉണ്ട്. സോ അപ്പോൾ എന്താണ്, retail.amazon.com എന്ന് പറയുന്നത് അവരുടെ ട്രീ ഡൊമൈൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ എന്തുണ്ട്, ക്ലൗഡ് സർവീസസ് ഉണ്ട്. അപ്പോൾ cloud.amazon.com എന്ന് പറയുന്നത് മറ്റൊരു ട്രീ ഡൊമൈൻ ആണ്. അപ്പോൾ ഒരു ട്രീ ഡൊമൈൻ ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു ഫോറസ്റ്റ് ഉണ്ടാവില്ല. അത് ഏതെങ്കിലും ഒരു റൂട്ട് ഡൊമൈനിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ഫോറസ്റ്റിനകത്താണ് എപ്പോഴും ഒരു ട്രീ ഡൊമൈൻ എക്സിസ്റ്റ് ചെയ്യുക. ഒരു ചൈൽഡ് ഡൊമൈൻ, അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പറയാം. ഒരു ഫോറസ്റ്റിനകത്തുള്ള എല്ലാ ട്രീ ഡൊമൈൻസും ബൈ ഡിഫാൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റഡ് ആയിരിക്കും, തമ്മിൽ ട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവർ തമ്മിൽ എല്ലാ കമ്മ്യൂണിക്കേഷനും തമ്മിൽ പോസിബിൾ ആവും. എന്താണ് ട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു ചൈൽഡ് ഡൊമൈൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡൊമൈൻ്റെ അണ്ടറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സബ് ഡൊമൈനെയാണ് എപ്പോഴും ഒരു ചൈൽഡ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പം ട്രീ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചൈൽഡ് ഡൊമൈൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ abc.corp.com എന്ന് പറയുന്നത്
corp.com എന്ന് പറയുന്ന സൈറ്റ് മെയിൻ ഡൊമൈൻ്റെ ചൈൽഡ് ഡൊമൈനാണ്. ചൈൽഡ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഒരു സബ് ഡൊമൈൻ എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഓരോ ചൈൽഡ് ഡൊമൈനും അതിൻ്റെ പാരൻറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. എന്താണ് ഡൊമൈൻ ട്രസ്റ്റ്? ഇപ്പം ഓരോ ഡൊമൈൻസും ശരിക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ഡൊമൈൻ അണ്ടറിലും സിസ്റ്റംസ് ഉണ്ടാവാം, സർവീസസ് ഉണ്ടാവാം, യൂസേഴ്സ് ഉണ്ടാവാം, ഗ്രൂപ്പ് ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിന് അണ്ടറിൽ കോൺഫിഗർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെ അണ്ടറിലും നമ്മൾ പല സർവീസസും കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡൊമൈനിൻ്റെ അണ്ടറിൽ നിന്നും മറ്റൊരു ഡൊമൈനിലേക്ക് നമുക്ക് സർവീസസിന് പാസ് ചെയ്ത് പോയിട്ട് ആക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷനാണ് ട്രസ്റ്റ്. അപ്പോൾ അതിൻ്റെ മീനിങ് പോലെ തന്നെയാണ് നമ്മൾ തമ്മിൽ വിശ്വസിക്കും. ആ രണ്ട് ഡൊമൈൻസ് തമ്മിൽ എന്ത് ചെയ്യാണ്? ഒരു വിശ്വാസം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞാലുള്ള മീനിങ്. അപ്പോൾ അത് തന്നെയാണ് അവിടെ നമ്മൾ ഒരു സർവീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ട്രസ്റ്റ് കാണാൻ പറ്റും. 2 വേ ട്രസ്റ്റ് ഉണ്ട്, 1 വേ ട്രസ്റ്റ് ഉണ്ട്, ട്രാൻസിറ്റീവ് ട്രസ്റ്റ് ഉണ്ട്, നോൺ ട്രാൻസിറ്റീവ് ട്രസ്റ്റ് ഉണ്ട്, ക്രോസ് ലിങ്ക് ട്രസ്റ്റ്. ഇതിൽ നോൺ ട്രാൻസിറ്റീവിൻ്റെ പേര് മാത്രമേ നമുക്ക് ഇതിൽ ഇല്ലാത്തത് ഉണ്ടാവുള്ളൂ ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഓരോന്നും പറയാം. 1 വേ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇമേജിൻ്റെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 1 വേ ട്രസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൊമൈൻ 1ൽ നിന്നും ഡൊമൈൻ 2ലേക്ക് നമ്മൾ 1 വേ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൊമൈൻ 1ലുള്ള യൂസേഴ്സിന് ഡൊമൈൻ 2ൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഡൊമൈൻ 2ലുള്ള യൂസേഴ്സിന് ഡൊമൈൻ 1ൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഡയറക്ഷൻ 1 വേ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ട്രസ്റ്റിനെ 1 വേ ട്രസ്റ്റ് എന്ന് പറയും. 2 വേ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡൊമൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ടോപ്പിലുള്ള ഡൊമൈൻ, താഴെയുള്ള ഡൊമൈൻ, ഇവർ തമ്മിൽ 2 വേ ട്രസ്റ്റ് ക്രിയേറ്റഡ് ആണ്. അപ്പോൾ ടോപ്പിലുള്ള ഡൊമൈനിലെ യൂസേഴ്സിന് താഴെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റും, താഴെയുള്ള ഡൊമൈൻസിലുള്ള യൂസേഴ്സിന് മുകളിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. ഇത് 2 വേ ട്രസ്റ്റ് ആണ്. അതേപോലെ തന്നെ എന്തുണ്ട്? ഡൊമൈൻ 1 ഈ റൂട്ട് ഡൊമൈൻ, ഇപ്പോൾ നമ്മൾ കുറേ റൗണ്ട് വരച്ച് വെച്ചിട്ടില്ലേ, ഇത് റൂട്ട് ഡൊമൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിന് താഴെ ഡൊമൈൻ 1 ഉണ്ട്. ഓക്കെ, ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇതൊരു റൂട്ട് ഡൊമൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിന് താഴെ എന്തുണ്ട്? ഡൊമൈൻ 1 എന്ന് പറയുന്ന സബ് ഡൊമൈൻ ഉണ്ട്. ഇവിടെ ഡൊമൈൻ 2 എന്ന് പറയുന്ന വേറൊരു സബ് ഡൊമൈനും അതേ റൂട്ട് ഡൊമൈൻ്റെ അണ്ടറിലുണ്ട്. ഇവർ രണ്ടാൾ തമ്മിലും 2 വേ ട്രസ്റ്റ് ഓൾറെഡി ക്രിയേറ്റഡ് ആയിരിക്കും. കാരണം ഇതെന്താണ്? ട്രീ ഡൊമൈൻസ് ആണ്. സോ അവിടെ 2 വേ ട്രസ്റ്റ് ബൈ ഡിഫാൾട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഡൊമൈൻസ് തമ്മിൽ, ഇപ്പം എ എന്ന് പറയുന്ന ഡൊമൈൻ, ബി, സി, എയും ബിയും തമ്മിൽ ഓൾറെഡി ട്രസ്റ്റഡ് ആണ്, ബിയും സിയും തമ്മിൽ ഓൾറെഡി ട്രസ്റ്റഡ് ആണെങ്കിൽ എയും സിയും തമ്മിൽ ബൈ ഡിഫാൾട്ട് ട്രസ്റ്റ് ഫോം ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ട്രസ്റ്റ് ഫോം ആവും. അപ്പോൾ ഡൊമൈൻ 1ലുള്ള യൂസേഴ്സിന് ഡൊമൈൻ 2ലും ഡൊമൈൻ 2ലുള്ള യൂസേഴ്സിന് ഡൊമൈൻ 1ലും തമ്മിൽ നമ്മളൊരു ട്രസ്റ്റ് മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ നമ്മൾ പണ്ട് മാത്സിലൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, എ ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു സി ആണെങ്കിൽ സി, എ ഈക്വൽ ടു ഓട്ടോമാറ്റിക്കായിട്ട് സി വരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിനെ ട്രാൻസിറ്റീവ് ട്രസ്റ്റ് എന്ന് പറയും. അതവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതെ താനേ ക്രിയേറ്റ് ആയി വരുന്നതാണ്. നോൺ ട്രാൻസിറ്റീവ് ട്രസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടെ എന്തുണ്ടാവില്ല? ഡൊമൈൻ 1ഉം ഡൊമൈൻ 2ഉം തമ്മിൽ ഒരു ട്രസ്റ്റും ഫോം ചെയ്യില്ല. അങ്ങനെ വരുന്ന ട്രസ്റ്റിനെയാണ് നമ്മൾ നോൺ ട്രാൻസിറ്റീവ് ട്രസ്റ്റ് എന്ന് പറയുക. ഇത് പല പർപ്പസസിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചിലപ്പോൾ എന്തായിരിക്കും? ഡൊമൈൻ 1ഉം റൂട്ട് ഡൊമൈനും തമ്മിൽ ട്രസ്റ്റ് വേണം, ഡൊമൈൻ 2ഉം റൂട്ട് ഡൊമൈനും തമ്മിൽ ട്രസ്റ്റ് വേണ്ടി വരും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഡൊമൈൻ 1ഉം 2ഉം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കണ്ടീഷനൊക്കെ ചിലപ്പം കമ്പനികളിൽ വന്നേക്കാം, മെർജ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ പല സിറ്റുവേഷനിലും അത് വന്നേക്കാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് നോൺ ട്രാൻസിറ്റീവ് ട്രസ്റ്റ്. പിന്നെ എന്താണ് ക്രോസ് ലിങ്ക്? ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇവർ തമ്മിൽ അങ്ങനെ വലിയ ട്രസ്റ്റും കാര്യങ്ങളൊന്നും എപ്പോഴൊന്നും പെർമനൻ്റ് ആയിട്ട് വേണ്ട. പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് ഡൊമൈൻ 2ൽ നിന്നും ഈ സൈഡിലുള്ള ഡൊമൈനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ടെമ്പററി ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ വലിയ കോംപ്ലിക്കേഷനോ വലിയ കോൺഫിഗറേഷനോ ഒന്നും നമുക്ക് ചെയ്തു കൊണ്ടുവരാനൊന്നും പറ്റില്ല. പക്ഷെ എന്താവണം? ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് ചെയ്യുന്ന ഒരു ട്രസ്റ്റിനെയാണ് എന്ത്? ക്രോസ് ലിങ്ക് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത് നമ്മൾ അവിടെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പം മുകളിലുള്ള റൂട്ട് ഡൊമൈനായിട്ട് ഇതിന് പ്രത്യേകിച്ച് കണക്ഷനോ കാര്യങ്ങളോ, ഇങ്ങോട്ടുള്ള ഈ ഇവർ തമ്മിലുള്ള ഡൊമൈൻ 2ഉം മുകളിലുള്ള റൂട്ട് ഡൊമൈനും അതുപോലെ തന്നെ ഇവിടെ സൈഡിലുള്ള ഡൊമൈനും ടോപ്പിലുള്ള ഡൊമൈനും തമ്മിൽ ഒന്നും ചിലപ്പോൾ ട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ എന്തായിരിക്കും? ഈ ഡൊമൈൻ 2ഉം ഈ സൈഡിലുള്ള ഡൊമൈനും തമ്മിൽ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇവിടെയുള്ള യൂസേഴ്സിന് ഇപ്പുറത്തും ഇപ്പുറമുള്ള യൂസറിന് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ക്രോസ് ലിങ്ക് ട്രസ്റ്റ് എന്ന് പറയാം. ഇതിന് വേറെ എന്തോ ഒരു പേര് പറയും, ഞാൻ ആക്ച്വലി മറന്നുപോയി. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇതൊക്കെയാണ്
ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടൈപ്സ് ഓഫ് ട്രസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഓരോ പർപ്പസിന് അഗെയിൻസ്റ്റ് ആണ്. പിന്നെ വരുന്നതാണ് എന്ത്, സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈനകത്ത് പല സൈറ്റും ഉണ്ടാവും. അതിന്റെ സിമ്പിൾ ഡെഫിനിഷൻ ഇവിടെ തന്നെ പറയുന്നുണ്ട്, കളക്ഷൻ ഓഫ് IP അഡ്രസ്സസ് ആണ്. പിന്നെ ഇതിൽ ഓരോ സൈറ്റിനകത്തും എന്താ ഉണ്ടാവുക, ഇൻഫർമേഷൻസ്, അതാത് ഡൊമൈൻ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. പിന്നെ ഇതിൽ തന്നെ റെപ്ലിക്കേഷൻ. അപ്പം റെപ്ലിക്കേഷൻ നമുക്ക് സംസാരിച്ച് സൈറ്റിലേക്ക് തിരിച്ചു വരാം. ഇപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഫോറസ്റ്റ് എന്ന് മാർക്ക് ചെയ്ത് വെച്ച് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഈ ഒരു ഫസ്റ്റ് പിക്ചർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പം അതിൽ മുകളിൽ ഒരു റൂട്ട് ഡൊമൈൻ ഉണ്ട്. ഡൊമൈൻ 1 എന്ന് പറയുന്നത് ഒരു ട്രീ ഡൊമൈൻ ആണ്, അല്ലെങ്കിൽ സബ് ഡൊമൈൻ ആണ്. ഡൊമൈൻ 2 എന്ന് പറയുന്നത് വേറൊരു സബ് ഡൊമൈൻ ആണ്. അപ്പം എന്താണ് ഇതിൽ ഓരോ ഡൊമൈൻ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന മെഷീൻസിനെയും നമ്മൾ ഡൊമൈൻ കൺട്രോളർ എന്ന് പറയും, DC എന്ന് പറയും, ഡൊമൈൻ കൺട്രോളർ. ഇത് റൂട്ട് ഡൊമൈൻ്റെ ഡൊമൈൻ കൺട്രോളർ ആണ്. ഇത് ഡൊമൈൻ 1ന്റെ ഡൊമൈൻ കൺട്രോളർ ആണ്. ഇത് ഡൊമൈൻ 2ന്റെ ഡൊമൈൻ കൺട്രോളർ ആണ്, DC. ഈ ഡൊമൈൻ കൺട്രോളേഴ്സ് ആയിരിക്കും ആ ഡൊമൈനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും കോൺഫിഗർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതിൽ റെപ്ലിക്കേഷന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു റൂട്ട് ഡൊമൈൻ ക്രിയേറ്റ് ആകുമ്പോൾ ഒരു ഫോറസ്റ്റ് ബിൽഡ് ആവും. ഒരു ഫോറസ്റ്റിനകത്ത് സ്കീമ, ഗ്ലോബൽ കാറ്റലോഗ്, ഡൊമൈൻ്റെ എല്ലാ പാർട്ടീഷൻസും ഒന്നേ കാണുമെന്ന് പറഞ്ഞു. അപ്പം അത് റൂട്ട് ഡൊമൈനകത്ത് മാത്രമായിരിക്കും. അപ്പം ഇവരൊക്കെ അതിൻ്റെ ഈ പറഞ്ഞ 2 ഡൊമൈൻസും മുകളിലുള്ള റൂട്ട് ഡൊമൈൻ്റെ സബ് ഡൊമൈൻ ആണെങ്കിൽ ഇതിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന സ്കീമ, അതുപോലെ തന്നെ ഗ്ലോബൽ കാറ്റലോഗ്, ഡൊമൈൻ പാർട്ടീഷൻസ്, ഇതൊക്കെ ഇതിലേക്ക് 2ലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിന് ഒരുമിച്ചിരുന്ന് ഒരേ ഫോറസ്റ്റിനകത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഷെയർ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് എന്ത്, സിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഡൊമൈനകത്ത് ഇൻട്രാ സൈറ്റ് റെപ്ലിക്കേഷൻ ഉണ്ടാവും. പിന്നെ ഒരു ഡൊമൈനകത്ത് മറ്റൊരു ഡൊമൈനകത്തേക്ക് ഇന്റർ സൈറ്റ് റെപ്ലിക്കേഷനും ഉണ്ടാവും. അപ്പോൾ ഒരു ഡൊമൈനകത്ത് നടക്കുന്ന റെപ്ലിക്കേഷനെ ഇൻട്രാ സൈറ്റ് റെപ്ലിക്കേഷൻ എന്ന് പറയും. 2 ഡൊമൈൻസ് തമ്മിൽ നടക്കുന്നതിനെ നമുക്ക് വേണം എന്താ പറയുക, ഇന്റർ സൈറ്റ് റെപ്ലിക്കേഷൻ എന്നും പറയാം. അപ്പം ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് റെപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഇൻട്രാ സൈറ്റ് റെപ്ലിക്കേഷൻ അപ്പാണ്, ആ സ്പോട്ടിൽ നടക്കും. നിങ്ങൾ ഇപ്പോൾ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്ത് അത് ഡൊമൈൻ വൈഡ് ആയിട്ട് അത് അപ്ലൈ ആവും, ആ ഇൻസ്റ്റന്റിൽ അത് നടക്കും. ഇന്റർ സൈറ്റ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അധിക സ്ഥലത്തും അത് ഷെഡ്യൂൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് പറ്റും, ബാൻഡ് വിഡ്ത്ത് ഒക്കെ വല്ലാതെ പ്രശ്നം വരും. കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ അത്രയും ഡാറ്റ അവിടെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് അത് മിക്കവാറും എല്ലാവരും ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ചെയ്യുക. പിന്നെ സൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളൊരു യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഡൊമൈൻ്റെ അണ്ടറിലാണ്. ഡൊമൈൻ കൺട്രോളർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ യൂസറിനെ ലോഗിൻ ചെയ്യണമെങ്കിൽ ഡൊമൈൻ കൺട്രോളറുമായിട്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആ യൂസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള ഡൊമൈൻ കൺട്രോളർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനും കൂടിയാണെന്ത്, സൈറ്റ്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻട്രാ സൈറ്റ് റെപ്ലിക്കേഷന് ഒരു എക്സാമ്പിൾ ആണ് പാസ്വേഡ് റെപ്ലിക്കേഷൻ. നിങ്ങളൊരു യൂസറിന്റെ പാസ്വേഡ് മാറ്റി കഴിഞ്ഞാൽ അത് ഡൊമൈൻ വൈഡ് ആയിട്ട് ആ സെക്കൻഡ് തന്നെ അപ്ഡേറ്റ് ആവും. അത് ഇൻട്രാ സൈറ്റ് റെപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ്. പിന്നെ എപ്പോഴും ആലോചിക്കുക, ഒരു ഡൊമൈൻ ഫോറസ്റ്റിനകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ റിസോഴ്സസും, ഒരു സിസ്റ്റം ആയിക്കോട്ടെ, ഒരു റൂൾ ആയിക്കോട്ടെ, ഒരു യൂസർ ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എന്നാണ് പറയുക. ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ ഡാറ്റയും നമ്മൾ ക്ലാസ്സസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുക. യൂസറിൻ്റെ പേര്, പാസ്വേഡ്, അതിൻ്റെ മെയിൽ അഡ്രസ്സ് എന്താണ്, മൊബൈൽ നമ്പർ എന്താണ്, ഇതിനൊക്കെ ഓരോന്നിനെയും നമ്മൾ ക്ലാസ് എന്ന് പറയും. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, നമ്മൾ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ആക്റ്റീവ് ഡയറക്ടറിക്കകത്ത്. പിന്നെ ആക്റ്റീവ് ഡയറക്ടറിക്കകത്ത് മെയിൻലി 5 സർവീസസ് ആണുള്ളത്. ഇതിനെ FSMO എന്ന് പറയും, ഫ്ലെക്സിബിൾ സിംഗിൾ മാസ്റ്റർ ഓപ്പറേഷൻ, FSMO. ഓരോ സർവീസിനും ഓരോ റോളുണ്ട്. ഡൊമൈൻ നെയിമിംഗ് മാസ്റ്റർ എന്ന് പറയുന്നൊരു സർവീസ് ഉണ്ട്. അപ്പോൾ ഡൊമൈൻ നെയിമും ആ ഫോറസ്റ്റിനകത്ത് ഈ ഡൊമൈൻ നെയിമിംഗ് മാസ്റ്ററും സ്കീമ മാസ്റ്ററും ഫോറസ്റ്റ് വൈഡ് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഫോറസ്റ്റിനകത്ത് ഒരൊറ്റ ഡൊമൈൻ നെയിമിംഗ് മാസ്റ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡൊമൈൻ നെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ഈ എപ്പോഴും ഇത് യുണീക്ക് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ഡൊമൈൻ നെയിമിംഗ് മാസ്റ്ററിൻ്റെ റോളാണ്. ഇപ്പം മൾട്ടിപ്പിൾ ഡൊമൈൻ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഡൊമൈനെ റിമൂവ് ചെയ്യുമ്പോൾ അതൊക്കെ മാനേജ് ചെയ്യുന്നത് ഡൊമൈൻ നെയിമിംഗ് മാസ്റ്ററാണ്. അപ്പോൾ അതൊരു ഫോറസ്റ്റിനകത്ത് ഒന്നേ കാണുള്ളൂ.
സ്കീമ മാസ്റ്ററും ഒരു ഫോറസ്റ്റിനകത്ത് ഒന്നേ കാണുള്ളൂ, കാരണം സ്കീമ ഫോറസ്റ്റ് വൈഡ് സിംഗിളേ ഉള്ളൂ. അപ്പോൾ സ്കീമ മാസ്റ്ററും ഫോറസ്റ്റിനകത്ത് ഒന്നേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ മാസ്റ്റർ. അപ്പം അത് ക്രോസ് ഡയറക്ടറി ലിങ്കിങ്, മറ്റ് ഡയറക്ടറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലിങ്കിങ് ഒക്കെ ആ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മാസ്റ്ററാണ്. PDC എമുലേറ്റർ എന്ന് പറയുന്നത് ടൈം ഫുള്ള് ഡൊമൈൻ വൈഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക, പിന്നെ പാസ്വേഡ് ചേഞ്ചസ് ഒക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് PDC എമുലേറ്റർ ആണ്. പ്രൈമറി ഡൊമൈൻ കൺട്രോളർ എമുലേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, PDC എമുലേറ്റർ. പിന്നെ RID മാസ്റ്റർ ഉണ്ട്, റിലേറ്റീവ് ID മാസ്റ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഓരോ യൂസറും ഓരോ സിസ്റ്റവും ഓരോ സർവീസും എല്ലാം നമ്മൾ ഒബ്ജക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഇവർക്കൊക്കെ എന്താവും, ഒരു യുണീക്ക് ഐഡന്റിറ്റി, ഒരു ID ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കും. ആ യുണീക്ക് ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന FSM സർവീസിന്റെ പേരാണ് എന്ത്, റിലേറ്റീവ് ID മാസ്റ്റർ. ഈ കംപ്ലീറ്റ് ഇതിനകത്തുള്ള SID കാര്യങ്ങൾ യുണീക്ക് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് SID മാസ്റ്റർ ആണ്. പിന്നെ സ്കീമ മാസ്റ്റർ, അപ്പം അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെർവറിനകത്ത് മൾട്ടിപ്പിൾ റൂൾസ്, അതുപോലെ തന്നെ പല റെഗുലേഷൻസ്, അങ്ങനെ പല കണ്ടീഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കാറുണ്ട്. ഇതിനെ എല്ലാത്തിനും കൂടെ കളക്ഷനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ആ സ്കീമയുടെ മാനേജ് ചെയ്യുന്ന സർവീസ് റോളാണ് സ്കീമ മാസ്റ്റർ. ഇതാണ് FSMOയുടെ ഒരു സിമ്പിൾ ഡയഗ്രാം. അപ്പോൾ അതിനകത്ത് ഫോറസ്റ്റ് വൈഡ് ആയിട്ട് സ്കീമ മാസ്റ്ററും ഡൊമൈൻ നെയിമിംഗ് മാസ്റ്ററുമാണ് ഉള്ളത്. ഓരോ ഡൊമൈനകത്തും ഇപ്പോൾ നമ്മൾ സബ് ഡൊമൈൻ എന്ന് പറയുന്നത്, റൂട്ട് ഡൊമൈൻ ഒരു RID മാസ്റ്റർ, PDC എമുലേറ്റർ, ഇൻഫ്രാസ്ട്രക്ചർ മാസ്റ്റർ ഉണ്ടാവും. ഒരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്താൽ അതിന് ഈ 3 ഓരോന്ന് വേറെ തന്നെ ഉണ്ടാവും. വേറൊരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 3 ആൾക്കാർ സെപ്പറേറ്റ്, ആ ഡൊമൈന് സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ ഉണ്ടാവും. പക്ഷേ ആ ഫോറസ്റ്റിനകത്ത് ഇത് രണ്ടും ഓരോന്നേ കാണുള്ളൂ. അപ്പോൾ എത്ര സബ് ഡൊമൈൻ ഉണ്ടായാലും സ്കീമ മാസ്റ്ററും ഡൊമൈൻ നെയിമിംഗ് മാസ്റ്ററും സെയിം തന്നെ ആയിരിക്കും. ഓരോ സബ് ഡൊമൈനും ഈ പറഞ്ഞിരിക്കുന്ന സബ് ഡൊമൈൻ റൂട്ട് ഡൊമൈൻ ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 3 റോൾസും സെപ്പറേറ്റ് ആയിരിക്കും. ഇതിൻ്റെ ജസ്റ്റ് നമ്മൾ ഓരോ ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് പോളിസി കാര്യങ്ങളൊക്കെ PDC എമുലേറ്റർ ആണ് കേട്ടോ. പോളിസികളൊക്കെ നമുക്ക് പല റൂൾസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡൊമൈനകത്ത് ഒരു റൂൾ എഴുതി കഴിഞ്ഞാൽ ആ എൻ്റയർ ഡൊമൈനകത്ത്, ആ ഫോറസ്റ്റിനകത്ത് മൊത്തം വേണേൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സിംഗിൾ റൂൾ അഫക്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് PDC എമുലേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് അതിന് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുള്ളൂ. പിന്നെ വരുന്നതാണ് ഗ്ലോബൽ കാറ്റലോഗ്. ഇപ്പം സ്കീമ മാസ്റ്റർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ടോട്ടൽ എന്താണ് പറയുക, ആ ടോട്ടൽ കളക്ഷനെയാണ് നമ്മൾ സ്കീമ എന്ന് പറഞ്ഞു. അപ്പം ഈ സ്കീമ കളക്ഷൻ ഗ്ലോബൽ കാറ്റലോഗ് ഈ സ്കീമയുടെ സബ്സെറ്റ് ആണ്. മീൻസ് ഇതിനകത്താണ് എന്ത് ചെയ്യുന്നത്, ആ ഡാറ്റാബേസ് അവർ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു കളക്ഷൻ ഓഫ് എവിടേക്കാണ് ഡാറ്റ ഉള്ളതെന്നുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതേ പരിപാടി തന്നെയാണ് ഈ ഡൊമൈനകത്ത് ഗ്ലോബൽ കാറ്റലോഗിൻ്റെയും ഡ്യൂട്ടി. അപ്പം അതിനകത്താണ് എല്ലാ കാര്യങ്ങളും ഇതിനെപ്പറ്റിയുള്ള റെക്കോർഡ് ചെയ്തിട്ട് മുഴുവൻ കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ ഒരു ഫോറസ്റ്റിനകത്ത് ഗ്ലോബൽ കാറ്റലോഗ് മെയിൻ DC-ക്കകത്തായിരിക്കും ഉണ്ടാവുക. ഒരു സിംഗിൾ ഗ്ലോബൽ കാറ്റലോഗേ ഉണ്ടാവുള്ളൂ, കാരണം ഇത് സ്കീമയുടെ സബ്സെറ്റ് ആണ്. സ്കീമ ഫോറസ്റ്റ് വൈഡ് സിംഗിൾ ആണ്. അപ്പോൾ ഇതിൽ മൊത്തം ഡാറ്റ കാര്യങ്ങളൊക്കെ അവിടെ ഡാറ്റാബേസും അതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ നടക്കുന്നത് ഗ്ലോബൽ കാറ്റലോഗിലായിരിക്കും. ഗ്ലോബൽ കാറ്റലോഗ് മോസ്റ്റ്ലി റീഡ് ഓൺലി ആയിരിക്കും, നമുക്ക് ഡയറക്റ്റ്ലി കയറി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്കീമയ്ക്കകത്ത് ഒരു ചേഞ്ച് വരുത്താം, പുതിയൊരു യൂസറെ ക്രിയേറ്റ് ചെയ്താൽ സ്കീം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഗ്ലോബൽ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് റീഡ് ഓൺലി ആയിട്ടേ കിട്ടുള്ളൂ. അത് അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ ഇന്റേണലി ഈ സ്കീമ മാസ്റ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ സ്കീമയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് തൊട്ട് താഴെ പറയുന്നത്. എന്തൊക്കെ ഇൻഫർമേഷൻ ആക്റ്റീവ് ഡയറക്ടറിക്ക് ഉണ്ടോ അത് മുഴുവൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്കീമയ്ക്കകത്തായിരിക്കും. എല്ലാ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സസും സ്കീമയ്ക്കകത്തായിരിക്കും. എല്ലാ ആട്രിബ്യൂട്ട്സും, ഓരോ ഒബ്ജക്റ്റിൻ്റെയും മുഴുവൻ ആട്രിബ്യൂട്ട്സും ഓപ്ഷണൽ ആയിക്കോട്ടെ, മാൻഡേറ്ററി ആയിക്കോട്ടെ, തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്നത് സ്കീമയ്ക്കകത്താണ്. സ്കീം ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറാണ്. കാരണം എന്താണ്, ഈ മുഴുവൻ ഇൻഫർമേഷൻസ് ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിന് അണ്ടറിലായിരിക്കും ഒരു യൂസർ വരുന്നത്. അപ്പോൾ തന്നെ അതൊരു സബ് പാർട്ടീഷൻ ലെവലായി. അപ്പോൾ അതൊരു ട്രീ ലൈക്ക് സ്ട്രക്ചറിലായിരിക്കും അതിനകത്ത് കീപ്പ് ചെയ്യുന്നത്. പിന്നെ പല ക്ലാസ്സസും ഇൻഹെറിറ്റഡ് ആയിട്ട് വന്നേക്കാം. ഒരു ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കോമൺ ആയിട്ട് വരുന്നുണ്ട്, ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എന്തായിരിക്കും ആ ഒരു കാര്യം ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടാം. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ ഇൻഹെറിറ്റഡ് ആയിട്ട് വരാം. പിന്നെ സ്കീമ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റിനകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആയതുകൊണ്ടാണ് നമുക്ക് മൾട്ടിപ്പിൾ ടൈം എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത്.
പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കീമയ്ക്കകത്തുനിന്ന് യൂഷ്വലി നമുക്ക് ഒരു കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡിലീറ്റ് പറ്റില്ല. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ കളയുന്ന സമയത്തൊക്കെ അത് ഡീആക്ടിവേറ്റ് ആയി പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇൻഫർമേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് അവിടെ ഡീആക്ടിവേറ്റ് ആയി പോകും. അപ്പോൾ ആ സ്കീമ എപ്പോഴും എന്താണ്, യുണീക്കാണ്. അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഗ്ലോബൽ കാറ്റലോഗ് നമ്മൾ ചുമ്മാ ഒരു പിക്ചറൈസ്ഡ് റെപ്രസെൻറ്റേഷൻ മാത്രം. എൻ്റയർ ഫോറസ്റ്റിന് ഒരു ഡൊമൈനകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ ഗ്ലോബൽ കാറ്റലോഗിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്തു വെക്കുന്നത്. ഓരോ ഡൊമൈനകത്തുള്ള പല പ്രോട്ടോകോളും സർവീസസും ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ആ ഗ്ലോബൽ കാറ്റലോഗിൽ നിന്ന് കൊറി ചെയ്യും, റിസൾട്ട് റിട്ടേൺ ചെയ്യും. ഒരു യൂസർ ലോഗിൻ ചെയ്യുമ്പം ഗ്ലോബൽ കാറ്റലോഗിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, തിരിച്ച് റിട്ടേൺ പോകും. പാസ്വേഡ് യൂസർ നെയിം ശരിയാണെങ്കിൽ ലോഗിൻ ആവും, ഇല്ലെങ്കിൽ ഗ്ലോബൽ കാറ്റലോഗിൽ നിന്ന് എന്താവും, ആ സർവീസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ തെറ്റാന്നുള്ള ഡാറ്റ പോവും. അപ്പോൾ നമുക്ക് ലോഗിൻ ബ്ലോക്ക് ആയി പോകും. അതൊക്കെ നടക്കുന്നത് ഗ്ലോബൽ കാറ്റലോഗിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. പിന്നെ നമ്മൾ സ്കീമ ഇപ്പോൾ പറഞ്ഞ നേരത്തെ എന്താണ്, ഒരു യൂസറിനെ ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഓരോന്നും ഓരോ ഒബ്ജക്റ്റ് ആണ്. ക്ലാസ് യൂസർ വരല്ലേ, അപ്പോൾ ഓരോ ഇൻഫർമേഷൻസ് ഇതൊക്കെ ഓരോ ക്ലാസ്സസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് പിക്ചറിക്കൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്തത് മാത്രം. പിന്നെ ഓരോ ആക്റ്റീവ് ഡയറക്ടറിക്കകത്ത് നമ്മൾ പറഞ്ഞു പാർട്ടീഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡാറ്റാബേസ് ആണ്. അപ്പോൾ അത് ഒരു ഫോറസ്റ്റ് വൈഡ് ഇൻഫർമേഷൻസ് ഒക്കെ ആക്റ്റീവ് ഡയറക്ടറിക്കകത്ത് കീപ്പ് ചെയ്യുന്നുണ്ടാവും. സ്കീമ, ഡൊമൈന്, ആപ്ലിക്കേഷൻസ്, പല കോൺഫിഗറേഷൻസ് ഒക്കെ വരുന്നുണ്ടാവും ഈ പാർട്ടീഷനകത്ത്. ഇതൊക്കെ ഡാറ്റാബേസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷനകത്താണ് നമുക്ക് വേണം എന്താ പറയുക, DNSനകത്തുള്ള നമ്മൾ പറഞ്ഞത് DNS സോണുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫോർവേഡ് ലുക്കപ്പ് സോൺ, റിവേഴ്സ് ലുക്കപ്പ് സോൺ. അപ്പോൾ അതിലൊക്കെ പല ഇൻഫർമേഷൻസ് വരുന്നത്. ഇതൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആക്റ്റീവ് ഡയറക്ടറിക്കകത്ത് ഡാറ്റാബേസ് ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അതൊക്കെ ഡൊമൈൻ വൈഡായിട്ട് സിങ്ക് ചെയ്ത് പോവുകയും ചെയ്യും. ഒരു ഫോറസ്റ്റിനകത്ത് നമ്മളൊരു DNS ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, അത് എല്ലാ സ്ഥലത്തേക്കും റെപ്ലിക്കേറ്റ് ആവും. എല്ലാ സ്ഥലത്തും അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ. LDAP നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ലൈറ്റ് വെയ്റ്റ് ഡയറക്ടറി ആക്സസ് പ്രോട്ടോകോൾ ആണ് LDAP എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ LDAP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൊറി ചെയ്യുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ആരാണ് കൊറി ചെയ്യുന്നത്, എങ്ങനെയാണ് കൊറി ചെയ്യുന്നത് നമ്മൾ അന്നേരം പറഞ്ഞില്ല. അതിനുപയോഗിക്കുന്ന സർവീസാണ് LDAP. LDAP ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും DC ആയിട്ട്, DC എന്ന് പറയുമ്പോൾ ഡൊമൈൻ കൺട്രോളർ, ആരാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൻ സെർവർ സിസ്റ്റം, ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൻ സെർവർ സിസ്റ്റമാണ് DC. ഇപ്പോൾ DC ആയിട്ട് എന്ത് ചെയ്യും, LDAP ഉപയോഗിച്ചിട്ട് കൊറി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല ഇൻഫർമേഷൻസും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മൈക്രോസോഫ്റ്റ് സെർവറിന് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അന്ന് മുന്നേ നമ്മൾ സംസാരിച്ചപ്പോൾ ജസ്റ്റ് 2 വാക്കിൽ നമ്മൾ പറഞ്ഞു പോയൊരു കാര്യമാണ് എന്ത്, ലൈസൻസ്. യൂസർ ക്ലയൻറ്റ് ആക്സസ് ലൈസൻസ്, കാൽ എന്ന് പറയും. ഈ ക്ലയൻറ്റ് ആക്സസ് ലൈസൻസ് എന്താണ്, അത് എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, അതിൽ തന്നെ 2 ടൈപ്പാണുള്ളത്. യൂസർ കാലും ഡിവൈസ് കാലുമാണ്. കാൽ ലൈസൻസ് നമ്മൾ മൈക്രോസോഫ്റ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. നമ്മൾ സെർവർ മാത്രം പർച്ചേസ് ചെയ്താൽ പോരാ, യൂസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ യൂസർ കാല് പർച്ചേസ് ചെയ്യണം, ഡിവൈസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡിവൈസ് കാലും പർച്ചേസ് ചെയ്യണം. ഇതൊക്കെ ലൈസൻസിങ് ഫാക്ടേഴ്സ് ആണ്. എൻ്റർപ്രൈസ് ലെവലിലൊക്കെ നമ്മൾ DC കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് കാൽ ലൈസൻസ് ഒക്കെ മസ്റ്റ് ആണ്. ഇപ്പോൾ നമ്മളിവിടെയൊക്കെ പല കമ്പനികളിലും AD ഒക്കെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും കാൽ ലൈസൻസ് ഒന്നും മോസ്റ്റ്ലി ഉണ്ടാവാറില്ല. ചിലപ്പോൾ ഒരു 2-3 കാലൊക്കെ കാൽ ലൈസൻസ് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാ നമ്പർ ഓഫ് യൂസറിൻ്റെ അത്രയും കാലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഡിറ്റ് നടന്നു, ഇത്രയും രൂപയുടെ ഫൈൻ അടക്കേണ്ട വന്നു എന്നൊക്കെ നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട്. അതൊക്കെ ഇതുപോലുള്ള പല കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ്. കാൽ ലൈസൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂസറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ലൈസൻസ് വേണം, അതാണ് യൂസർ കാല്. ഡിവൈസ് DC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ആലോചിക്കുക, ഡൊമൈൻ കൺട്രോളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് കാൽ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ DC ആയിട്ട് യൂസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ യൂസർ കാല് വേണം, ഡിവൈസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡിവൈസ് കാൽ ലൈസൻസും വേണം. പക്ഷേ ഇത് ഉണ്ടെങ്കിലേ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഡിവൈസ് കാലും യൂസർ കാലും ഇല്ലെങ്കിലും സിസ്റ്റവും യൂസറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ മൈക്രോസോഫ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഓഡിറ്റിംഗ് നടന്ന് വന്നിട്ട് നമ്മൾ ഇതില്ല, ഈ ലൈസൻസ് ഇല്ലാതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എന്താണ്, ഫോർജറി ആയിട്ട് മാറും. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് ഫൈൻ ഇടും, പിന്നെ ലൈസൻസ് നമ്മൾ അഡീഷണൽ പർച്ചേസിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിനകത്തൊരു ഫിസിക്കൽ കമ്പോണൻറ്റ് ഈ സെർവർ കോൺഫിഗർ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അതിനെയാണ് RODC എന്ന് പറയുക, റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ. ഡൊമൈൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്, ഒരു ഡൊമൈൻ ഈ സർവീസ് ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്ത് വെക്കുന്ന സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ്, സെർവറിനെയാണ് എന്താണ് നമ്മൾ ഡൊമൈൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക ഡെഫിനറ്റ്ലി. സോ ആ സെർവറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഡൊമൈൻ കൺട്രോളർ എന്ന് പറയുന്നത്. റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിൽ കാണുന്ന ആദ്യത്തെ റൗണ്ട് റൂട്ട് ഡൊമൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. സെക്കൻഡും തേർഡും 2 സബ് ഡൊമൈൻസ് ആണ്. ഇവർ ഇപ്പം റൂട്ട് ഡൊമൈൻ കിടക്കുന്നത്
ഹെഡ് ക്വാർട്ടേഴ്സിലാണെന്ന് വിചാരിക്കുക കമ്പനിയുടെ. അപ്പോൾ ആമസോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഈ റൂട്ട് ഡൊമൈൻ അവരുടെ അടുത്ത് കിടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെ തന്നെ ഇന്ത്യയിലുള്ള ലൊക്കേഷനിലാണ് എന്ത് കിടക്കുന്നത്, ഈ ഒരു ഇന്ത്യയിലെ മെയിൻ ഹബ്ബിലാണ് ഈ ഇത് കിടക്കുന്നതെന്ന് ഇരിക്കുക. ഇത് മറ്റേത് യു എസിലുള്ള അവരെ വേറെ ഏതൊരു ഹബിനകത്താണ് ഈ ഒരു ഡൊമൈനും കിടക്കുന്നത്. ഈ 3 ലൊക്കേഷനിലും ഹബ്ബ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ ആർക്കും DC ഒന്നും നേരിട്ട് കയറിയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, DCക്കകത്ത് യൂസർ നെയിം പാസ്വേഡ് വെച്ചുള്ള റെസ്ട്രിക്ഷനേക്കാൾ കൂടുതൽ ആ ഡൊമൈൻ ഈവൻ നമുക്ക് ഫിസിക്കലി ഒന്ന് തൊടാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും എല്ലാ മെയിൻ കമ്പനികളുടെയും ഡൊമൈൻ കൺട്രോളറൊക്കെ കോൺഫിഗർ ചെയ്ത് വെക്കുക. നമുക്ക് ചുമ്മാ കയറി അങ്ങനെ എടുക്കാനോ കാണാനോ ഈവൻ ഫിസിക്കൽ സിസ്റ്റം നമുക്കൊന്ന് തൊടാൻ പോലും പറ്റില്ല. അത്രയും ഫിസിക്കൽ സെക്യൂരിറ്റി ആയിരിക്കും ആ ഡൊമൈൻ കൺട്രോളറുള്ള ആ റൂമിനകത്ത് ഉണ്ടാവുക. ഈവൻ നമ്മൾ ബയോമെട്രിക് ആക്സസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ കീ വെച്ച് തുറന്നിട്ടൊക്കെ നമ്മൾ കയറി അത് കയറണമെങ്കിൽ തന്നെ നമ്മൾ മെയിൽ അയച്ച് അതിന് അപ്രൂവൽ എടുത്ത് പിന്നെ അതിന് ഡോക്യുമെന്റ് ഫില്ല് ചെയ്ത് അങ്ങനെ പല പ്രോസസ്സ് ഉണ്ടാവും ആ DC നമുക്കൊന്ന് തൊടണമെങ്കിൽ പോലും. അപ്പം അത്രയും ഫിസിക്കൽ സെക്യൂരിറ്റി വേണ്ടതാണ്. അപ്പം ചില ബ്രാഞ്ചസിലൊക്കെ ഇപ്പം പറയാണ്, ഇപ്പം നമ്മളെ ഇപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള ആമസോണിൻ്റെ ഒരു മെയിൻ വെയർ ഹൗസ്, അവിടെ ഒരു പക്ഷേ ഇത്രയും വലിയ ഫിസിക്കൽ സെക്യൂരിറ്റി ഒന്നും അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. എല്ലാ ലൊക്കേഷനിലും പോയിട്ട് ഓരോ ജില്ലയ്ക്കകത്ത് ഒന്നുണ്ടാവും ചിലപ്പോൾ ആമസോണിന് മെയിൻ വെയർ ഹൗസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെയൊക്കെ പോയിട്ട് ഇത്രയും വലിയ ഫിസിക്കൽ സെക്യൂരിറ്റി സെറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ലൊക്കേഷനിലേക്ക് ഡൊമൈൻ കൺട്രോളർ വെക്കേണ്ട ആവശ്യം വന്നാൽ, അപ്പോൾ അതെന്തിനാണ് ഡൊമൈൻ കൺട്രോളർ വെക്കേണ്ട ആവശ്യം വരുന്നത്? യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന യൂസർ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പം കോഴിക്കോടുള്ള അല്ലെങ്കിൽ കോട്ടയമുള്ള ഒരു മെയിൻ ആമസോൺ വെയർ ഹൗസിൽ നിന്ന് ഒരു യൂസർ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യേണ്ട വരും? ഇന്ത്യയിലെ മെയിൻ ഹബിൽ പോയിട്ട് ഓതന്റിക്കേറ്റ് ചെയ്യേണ്ട വരും. അപ്പോൾ അത് ചില സമയത്തൊക്കെ ഒരു ലാഗ്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ അയാൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങളും അവിടെ വരാം. ലാഗ് വരാം, നെറ്റ് കണക്ഷൻ ഡിസ്കണക്ട് ആയി കിടക്കുകയാണെങ്കിൽ അയാൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാതെ വരാം. അങ്ങനെ പല ഇഷ്യൂസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഫിസിക്കൽ ലൊക്കേഷനിലും എന്ത് ചെയ്യും? ഓരോ ഡൊമൈൻ കൺട്രോളർ സെറ്റ് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് ഇപ്പോൾ ഒരു റൂട്ട് ഡൊമൈൻ മാത്രമേ നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കുറേ സബ് ഡൊമൈൻസ് ഉണ്ട്. എങ്ങനെയാണെങ്കിലും ഓരോ ഡൊമൈനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഡൊമൈൻ കൺട്രോളർ കൊണ്ടുവരാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്ന ഡൊമൈൻ കൺട്രോളറിനെ DC എന്ന് പറയും, ഡൊമൈൻ കൺട്രോളർ എന്ന് പറയും, അല്ലെങ്കിൽ PDC എന്ന് പറയും, പ്രൈമറി ഡൊമൈൻ കൺട്രോളർ. പിന്നെ നമ്മൾ ആ ഡൊമൈനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഓരോ ഡൊമൈൻ കൺട്രോളറിനെയും ADC എന്നാണ് പറയുക, അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ. അപ്പോൾ അഡീഷണൽ ഡൊമൈൻ കൺട്രോളേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡൊമൈൻ കൺട്രോളർ എപ്പോഴും PDC ആയിരിക്കും, പ്രൈമറി ഡൊമൈൻ കൺട്രോളർ ആയിരിക്കും. അഡീഷണൽ വരുന്ന ബ്രാഞ്ചിൽ നമുക്ക് കൊണ്ടുവരാൻ പോകുന്ന ഡൊമൈൻ കൺട്രോളർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റീഡ് ഓൺലി മോഡിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ റീഡ് ഓൺലി മോഡിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ള യൂസേഴ്സ് ആ ഡൊമൈൻ കൺട്രോളർ ഇനി കയറി തൊട്ടാലോ അത് ലോഗിൻ ചെയ്താൽ പോലും അവർക്ക് ഒരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. കാരണം പ്രൈമറി ഡൊമൈൻ കൺട്രോളറിനകത്തോ അല്ലെ ഏത് ഡൊമൈൻ്റെ അണ്ടറിലാണോ ഈ RODC ഇരിക്കുന്നത്, റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ ഇരിക്കുന്നത്, അതിനകത്തുള്ള ഡാറ്റ എവിടേക്ക് റെപ്ലിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അത് ഒരു തരത്തിലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാര്യമാണ് റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ ഉപയോഗിക്കുന്നത്. ഇതൊരു ഫിസിക്കൽ കമ്പോണൻ്റ് ആണ്. നമുക്കൊരു ഡൊമൈൻ കൺട്രോളറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രൈമറി ഡൊമൈൻ കൺട്രോളർ ഉണ്ടെങ്കിൽ പിന്നെ വരുന്ന ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യാം? റീഡ് ഓൺലി ആയിട്ട് വേണേൽ കോൺഫിഗർ ചെയ്യാം. അല്ല, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫുൾ റൂട്ട് PDC പ്രൈമറി ഡൊമൈൻ കൺട്രോളറിന്റെ മുഴുവൻ കപ്പാസിറ്റി ഉള്ള വേറെ ഡൊമൈൻ കൺട്രോളർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ ADC എന്ന് പറയാം. അത് റീഡ് ഓൺലി ആയിരിക്കില്ല. PDCയുടെ എല്ലാ പവറും കപ്പാസിറ്റിയും ADCക്കും കാണും. ചെറിയ ചില ചേഞ്ചസ് ഉണ്ടാവുന്നു മാത്രം. അപ്പം അത് നമ്മൾ ഇനി വരുന്ന ടൈമിൽ ഡിസ്കസ് ചെയ്യും. ഗ്രൂപ്പ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക, നമ്മളെ സിസ്റ്റത്തിനകത്ത്, ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ ഒഴിവാക്കുന്നുണ്ട്, നമ്മളെ മിഷനകത്ത് ശരിക്കും നമുക്ക് എന്തുണ്ട്? പോളിസി ഓൾറെഡി കോൺഫിഗേർഡ് ആണ്. അപ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് gpedit.msc എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്താൽ നമുക്കൊരു പോളിസി വിൻഡോ തുറന്നു വരും. ലോക്കൽ ഗ്രൂപ്പ് പോളിസി എഡിറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആക്ച്വലി എന്താണ്? കമ്പ്യൂട്ടറിനുമായി നേരിട്ട് സിസ്റ്റത്തിന് അഫക്റ്റ് ചെയ്യുന്ന റൂൾസ് ഇതിനകത്തുണ്ട്, യൂസറിനെ അഫക്റ്റ് ചെയ്യുന്ന റൂൾസ് ഉണ്ട്. അതിൽ തന്നെ സോഫ്റ്റ്വെയർ ബേസ്ഡ് സെറ്റിംഗ്സ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെറ്റിംഗ്സ് ഉണ്ട്, പിന്നെ യൂസറും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട്. ഇതിൽ തന്നെ എന്തുണ്ട്? അഗൈൻ യൂസറിനും ഇതേ സെറ്റ്, സോഫ്റ്റ്വെയർ, വിൻഡോസ്, അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ 6 സെറ്റ് ഓഫ് ടൈപ്സ് ഓഫ് റൂൾ ഇതിൽ അവൈലബിൾ ആണ്. ഈ റൂൾസ് ഇതൊക്കെ എന്താണ്? ഇതിനകത്തൊക്കെ പല റൂൾസും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം പാസ്വേഡിന് എത്ര ലെങ്ത് വേണം, പാസ്വേഡ് എത്ര സമയം കഴിഞ്ഞാൽ എക്സ്പയർ ആയി പോകണം, മിനിമം പാസ്വേഡ് എക്സ്പയർ ആവാനുള്ള സമയം എത്രയാണ്,
പാസ്വേഡിന് കോംപ്ലക്സിറ്റി വേണോ, അങ്ങനെ പല രീതിയിൽ കണ്ടീഷൻസും നമുക്ക് കൊടുക്കാൻ പറ്റും. പാസ്വേഡ് ഹിസ്റ്ററി, എത്ര പാസ്വേഡ് സേവ് ചെയ്ത് വെക്കണം, അങ്ങനത്തെ പല റൂളുകളും ഇതിനകത്ത് പോസിബിൾ ആണ്. ലോക്കൗട്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ എത്ര തവണ പാസ്വേഡ് തെറ്റിച്ചടിച്ചാൽ ലോക്കൗട്ട് ആയി പോകണം, അങ്ങനെയുള്ള എല്ലാ റൂൾസും ഇവിടെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു സിസ്റ്റത്തിൽ ഈ ഒരു ഗ്രൂപ്പ് റൂളിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സിസ്റ്റത്തിനകത്ത് മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. കാരണം എൻ്റെ മെഷീൻ ഡൊമൈൻ കൺട്രോളറിൻ്റെയോ ഡൊമൈൻ്റെയോ അണ്ടറിലല്ല. അതുകൊണ്ട് തന്നെ അതിനെന്തല്ല സെൻട്രലൈസ്ഡ് പോളിസി അല്ല ഇത്. ഈ മെഷീൻ ഇവിടെ ഞാൻ കോൺഫിഗർ ചെയ്യുന്ന ഓരോ റൂളും എൻ്റെ സിസ്റ്റത്തിനെ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. മൂന്നാമതൊരാളെ സിസ്റ്റത്തിന്, രണ്ടാമതൊരാളെ മെഷീൻ എന്തില്ല, ഇത് എഫക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പം ഇതാണ് ലോക്കൽ പോളിസി എന്ന് പറയുന്നത്. പിന്നെ എന്തായിരിക്കും ഗ്രൂപ്പ് പോളിസി? ഗ്രൂപ്പ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൊമൈനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പോളിസിനെയാണ് ഗ്രൂപ്പ് പോളിസി എന്ന് പറയുക. ആ ഗ്രൂപ്പ് പോളിസി എന്തായിരിക്കും? ഓരോ ഡൊമൈനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് പോളിസീസ് ആ എൻറ്റയർ ഡൊമൈനകത്ത് എഫക്റ്റ് ആവും. അപ്പോൾ നിങ്ങളെ മെഷീൻ ഒരു ഡൊമൈൻ അണ്ടറിൽ ജോയിൻ്റ് ആണ്, നിങ്ങൾ ലോക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്വേഡ് 4 തവണ തെറ്റിയടിച്ചാൽ ലോഗൗട്ട് ആവണമെന്ന്, ലോക്കായി പോകണമെന്ന് റൂൾ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഡൊമൈനകത്ത് എന്താണ്, 2 തവണ തെറ്റിയടിച്ചാൽ തന്നെ ലോക്കൗട്ട് ആവണമെന്ന് റൂള് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ലോക്കൽ സെറ്റ് ചെയ്തിരിക്കുന്ന പോളിസി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും, ഡൊമൈനിലുള്ള പോളിസി ആയിട്ട് ഓവർറൈറ്റ് ആയി പോകും. എപ്പോഴും ഡൊമൈൻ പോളിസിക്ക് പ്രയോറിറ്റി കൂടുതലായിരിക്കും, ലോക്കൽ പോളിസിക്ക് പ്രയോറിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് എന്താണ്, ഡൊമൈനിൽ വരുന്ന പോളിസി ഓവർറൈറ്റ് ആയി പോകും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, പല രീതിയിലും കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ ഡൊമൈനിൻ്റെ അണ്ടറിലാണ് ഉള്ളതെങ്കിൽ മാക്സിമം ലോക്കൽ പോളിസീസ് ഒഴിവാക്കുക. കാരണം കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കില്ല ആ റൂള് കോൺഫിഗർ ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞെന്താണ്, ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്ന ഒരു സിംഗിൾ സർവീസ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സർവീസസ് വേറെ അതുമായി കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസർ കമ്പ്യൂട്ടർ പോളിസി ബേസ്ഡ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർവീസാണ്. AD സർട്ടിഫിക്കറ്റ് സർവീസ് എന്ന് പറയുന്നത് ADCS. ഈ സർവീസ് എന്തിനു ഉപയോഗിക്കുന്നതെന്നാൽ നമ്മൾ ഡൊമൈൻ വൈഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനും അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനും വൺസ് ഇൻവാലിഡ് ആയി കഴിഞ്ഞാൽ അതിനെ റിവോക്ക് ചെയ്ത് കളയാനും വേണ്ടി ഉപയോഗിക്കുന്ന സർവീസാണ് ആക്റ്റീവ് ഡയറക്ടറി ഫെഡറേഷൻ സർവീസ് എന്ന് പറയുന്നത്. മറ്റ് നമ്മൾ ഒരു ഡൊമൈൻ്റെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ബൗണ്ടറി ബ്രേക്ക് ചെയ്തുകൊണ്ട് മറ്റ് പല സർവീസിനകത്തേക്ക് നമുക്ക് ഈ യൂസർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കേപ്പബിൾ ആക്കുന്ന സർവീസാണെന്ത്, ADFS ഫെഡറേഷൻ സർവീസ്. ഇപ്പം നമുക്ക് VPN, നമ്മളൊരു ഫയർവാൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ADFS ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് ആ ഫയർവാളിനകത്ത് നമുക്ക് ഈ ഡൊമൈൻ യൂസർ വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം ADFS നമ്മളെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ബൗണ്ടറി ബ്രേക്ക് ചെയ്തുകൊണ്ട് മറ്റ് സർവീസിലേക്ക് നമുക്ക് ലോഗിൻ അലോ ചെയ്ത് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവീസാണ്. AD റൈറ്റ് മാനേജ്മെന്റ് സർവീസ് എന്ന് പറയുന്നത് നമ്മളെ ഫോറസ്റ്റിനകത്ത് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരൊക്കെ, ഫയൽ ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചോ, ആ ഒബ്ജക്റ്റ് ആർക്കൊക്കെ ആക്സസ് ചെയ്യണം, ആരൊക്കെ ആക്സസ് ചെയ്യാൻ പാടില്ല, ഫയൽ പ്രിന്റ് ചെയ്യുന്നത് ആര് പ്രിന്റ് ചെയ്യണം, ആര് പ്രിന്റ് ചെയ്യാൻ പാടില്ല, ഈ ഫയൽ ആർക്കൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റണം, അങ്ങനെ തുടങ്ങി നമ്മൾ റൈറ്റ് നമുക്ക് ആ ഫയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സർവീസാണെന്ത്, AD-RMS റൈറ്റ് മാനേജ്മെന്റ് സർവീസസ്. AD ലൈറ്റ് വെയ്റ്റ് ഡയറക്ടറി സർവീസ് എന്ന് പറയുന്നത് AD-LDS. ഇത് നമ്മളെ ആക്റ്റീവ് ഡയറക്ടറിയും ആയിട്ട് ADDS-ഉമായിട്ട് കണക്ട് ചെയ്ത് സർവീസ് വർക്ക് ചെയ്യുന്ന മറ്റൊരു സർവീസാണ്. ഇപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൺഫ്യൂഷൻ ആവുള്ളൂ. ഒരു പിക്ചർ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ADCS എന്ന ADDS-നെ പറ്റി നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. സോ അതുകൊണ്ട് ആ സർവീസ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. രണ്ടാമത് ADCS സർട്ടിഫിക്കറ്റ് അതോറിറ്റി സർവീസാണ്. ഇപ്പോൾ നിങ്ങളൊരു യൂസർ, ഇപ്പോൾ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു യൂസർ, ഒരു കമ്പ്യൂട്ടർ അതിന് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള റിക്വസ്റ്റ് ADCS-ലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് റെപ്പോസിറ്ററിക്കകത്ത് പുതിയൊരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും, സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ആയി എന്ന് റെസ്പോണ്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു സൈറ്റ് ഈ സെർവറിനകത്ത് നമ്മൾ ഹോസ്റ്റ് ചെയ്തു. അപ്പോൾ ആ സൈറ്റ് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് എന്ത് തോന്നിക്കും, ആ യൂസർ ഈ മിഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം സർട്ടിഫിക്കറ്റ് ജെന്യുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് പോകും. സർട്ടിഫിക്കറ്റ് സൈനിങ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ആ സൈനിങ് റിക്വസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ജെന്യുവിൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ സർട്ടിഫിക്കറ്റ് റെപ്പോസിറ്ററി അത് എന്ത് ചെയ്യും, തിരിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഇഷ്യൂ ചെയ്യും. അത് ആ മെഷീനകത്ത് ഓക്കെ ഇവിടെ സർട്ടിഫിക്കറ്റ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കിട്ടും, ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു റെസ്പോൺസ് ആ മെഷീനകത്തേക്ക് പോകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അടുത്ത കേസ് എന്താണ്, ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം.
അതിനുവേണ്ടി എഗെയിൻ ഒരു റിക്വസ്റ്റ് പോകും. സർട്ടിഫിക്കറ്റ് റിവോക്ക് റെപ്പോസിറ്ററി എന്ന് പറയും. ഇതിനകത്താണ് എന്ത് വർക്ക് ചെയ്യാത്ത, ആക്റ്റീവ് അല്ലാത്ത, ടൈം കഴിഞ്ഞു പോയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഈ റിവോക്ക് റെപ്പോസിറ്ററിക്കകത്ത് അതിൽ ഇൻഫർമേഷൻ ഉണ്ടാവും. ഈ ഇൻഫർമേഷൻ ഉള്ള ഒരു കാറ്റലോഗ് എന്ത് ചെയ്യും, CRL എന്ത് ചെയ്യും, ആ കാറ്റലോഗ് ആ മിഷനകത്തേക്ക്, സർട്ടിഫിക്കറ്റ് റിവോക്കേഷൻ ലിസ്റ്റ് ആണ്, ആ ലിസ്റ്റ് ഈ മിഷനകത്തേക്ക് കിട്ടും. ആ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലിസ്റ്റുമായി ഒത്തു നോക്കി കഴിഞ്ഞാൽ എന്തായി, സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ തന്നെ അത് എന്ത് ചെയ്യും, ഈ മിഷൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും, സർട്ടിഫിക്കറ്റ് റിവോക്കേഷൻ റിക്വസ്റ്റ് പോകും. അതോടുകൂടിയ കണക്ഷൻ എന്ത് ചെയ്യും, നോൺ ട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ കാണാറില്ല ഈ സൈറ്റ് ട്രസ്റ്റഡ് അല്ല, സെൽഫ് സൈൻഡ് സർട്ടിഫിക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെയുള്ള എററുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. ഇതാണ് ഒരു ജനറൽ ADCSന്റെ വർക്കിംഗ് രീതി. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ADCSന്റെ റോള്. ഓക്കെ ഇപ്പോൾ ADCS നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഇത് നമ്മൾ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് സർട്ടിഫിക്കറ്റ് മാനേജ് ചെയ്യുന്നത്. പിന്നെ ADFS, ഇപ്പം എന്താണ്, നമുക്ക് ഇവിടെ ഒരു ADDS ഉണ്ട്, അപ്പോൾ ഒരു ADFS സെർവറും ഉണ്ട്. ഇപ്പോൾ പിന്നെ വേറൊരു ലൊക്കേഷനിൽ നമുക്ക് എന്തുണ്ട്, ഒരു വെബ് സെർവർ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ADFS നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ് സെർവറിനകത്ത് നമുക്ക് വേണം എന്ത് ചെയ്യാം, ഈ ADDSനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ വെച്ച് ലോഗിൻ ചെയ്യാം. അത് ജിയോഗ്രഫിക്കലി വേറെ ലൊക്കേഷനിൽ വരെ ആവാം, നോ പ്രോബ്ലം. ഓവർ ദ ഇൻ്റർനെറ്റ് ഇത് വർക്ക് ചെയ്യും. സോ ഫെഡറേഷൻ സർവീസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഈ ഫെഡറേഷൻ സർവീസിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് നമ്മൾ അഷൂറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻട്രാ ID സിങ്ക് എന്ന് പറഞ്ഞാൽ, ക്ലൗഡ് സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനൊക്കെ കാണാൻ പറ്റും, എൻട്രാ ID. അപ്പോൾ ഇത് എൻട്രാ ID എന്ന് പറയുന്നത് ADDSന്റെ ക്ലൗഡ് വേർഷനെയാണ് എൻട്രാ ID എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് അത്രേ ഉള്ളൂ. നമ്മൾ ADDS എന്ന സർവീസ് നമ്മൾ സിസ്റ്റത്തിനകത്ത് കോൺഫിഗർ ചെയ്യുന്നു. ക്ലൗഡിനകത്തേക്ക് വരുമ്പം അഷൂർ എന്ന് പറയുന്നത് എന്താണ്, മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റ സെൻ്റർ ആണ്. അതൊക്കെ എന്താ നമ്മൾ പഠിക്കും, ജസ്റ്റ് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് എന്ത്, ഈ ADFSന്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് ക്ലൗഡ് സിങ്ക്. അപ്പോൾ അവിടെ അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, മൾട്ടിപ്പിൾ സ്ഥലത്തേക്ക് ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ADFS നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണെന്ത്, സിംഗിൾ സൈൻ ഓൺ. ഒരൊറ്റ യൂസറെ വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ സർവീസിനകത്തും, ആ ഒരു കമ്പനിക്കകത്തുള്ള മുഴുവൻ സർവീസിനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. ഈവൻ അത് മറ്റേതെങ്കിലും ഫിസിക്കൽ ലൊക്കേഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ത്, M365 നമ്മൾ മെയിലിൻ്റെ സർവീസാണ്. അപ്പോൾ നമുക്ക് ഓൺ പ്രോമിൽ നമുക്ക് എന്തുണ്ട്, ഒരു ഡൊമൈൻ കൺട്രോളർ ഉണ്ടെങ്കിൽ ADFS നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ഡൊമൈൻ കൺട്രോളറിനകത്തുള്ള യൂസറെ വെച്ചുകൊണ്ട് നമുക്ക് M365 മൈക്രോസോഫ്റ്റിൻ്റെ മെയിൽ സർവീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ADRMS നമ്മൾ റൈറ്റ് മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഓരോ ഫയൽസും ആര് ആക്സസ് ചെയ്യണം, ആര് ആക്സസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സർവീസാണ് ADRMS. അപ്പോൾ അത് ജസ്റ്റ് അത്രയും ഓർത്ത് വയ്ക്കുക. കുറച്ച് അഡ്വാൻസ്ഡ് സർവീസാണ്, ഇതിൻ്റെ കോൺഫിഗറേഷനൊക്കെ അത്രയും കോംപ്ലക്സ് ആണ്, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. എന്താണ് ADLDS, ഇത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ADLDSൻ്റെ തൊട്ടടുത്തൊരു പിക്ചർ എടുക്കുകയാണ്. ADLDS നിങ്ങൾ ഈ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ത്രൂ ആക്റ്റീവ് ഡയറക്ടറിക്കകത്തുള്ള യൂസറിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും ആപ്ലിക്കേഷനകത്തോ സർവീസിനകത്തോ ലോഗിൻ ചെയ്യണം. നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യാണ്, അല്ലപ്പോടെ നിങ്ങളൊരു ഓഫീസ് ലൊക്കേഷനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ADDS കോൺഫിഗർ ചെയ്തു, ഒരു ADLDS കോൺഫിഗർ ചെയ്ത് വെച്ചു. എന്നിട്ട് അത് ഇൻ്റർനെറ്റിലേക്ക് എക്സ്പോസ് ചെയ്ത് നെറ്റിൽ നിന്ന് വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ കോൺഫിഗർ ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാഞ്ച് ഓഫീസിൽ വേണം എന്ത് ചെയ്യാം, ഡൊമൈൻ കൺട്രോളർ വെക്കണം നിർബന്ധമൊന്നുമില്ല. അവിടെ ഒരു യൂസർ ഉള്ളൂ വെച്ചാൽ അവിടെ ഒരു ഡൊമൈൻ കൺട്രോളർ കോൺഫിഗർ ചെയ്യുന്ന പറയുന്നത് നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ എക്കണോമിക്കലി അത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ADLDS നെറ്റിൽ കോൺഫിഗർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബ്രാഞ്ചിലുള്ള ലൊക്കേഷനിലെ യൂസറിന് എവിടെയാണോ നമ്മുടെ ഡൊമൈൻ കൺട്രോൾ ഉള്ളത് ആ ലൊക്കേഷനിലെ ADLDS ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ADLDS എന്ന് പറഞ്ഞാൽ ഇത്രയും ആലോചിക്കുക നിങ്ങൾ, അത് ഓരോ ഇൻഫർമേഷനും എന്ത് ചെയ്യും, വളരെ റെസ്ട്രിക്റ്റഡ് മാനറിൽ അതിൻ്റെ കയ്യിൽ കീപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീമ, ഫോറസ്റ്റ്, റൂൾസ് അങ്ങനെയുള്ള ഒരു ലോക്കിങ്ങോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒതൻറ്റിക്കേഷനും കാര്യങ്ങളും ഡൊമൈൻ കൺട്രോളറിൽ നടക്കുന്ന അതേ സ്മൂത്ത് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ADLDS ഉപയോഗിച്ചുകൊണ്ട് ഓവർ ദ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓവർ ദ നെറ്റ്വർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ കൺട്രോളർ ഡയറക്റ്റ്ലി പുറത്തേക്ക് എക്സ്പോസ് ആവാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സർവീസ് ഒതൻറ്റിക്കേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ADLDSൻ്റെ ഹെൽപ്പ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ ADLDSൻ്റെ കാര്യങ്ങൾ.
അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഓവറോൾ ആക്റ്റീവ് ഡയറക്ടറിയുടെ സർവീസസും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ്.